പ്രൈസ് ദി ലോർഡ്. എൻ ദൈവമേ, നിൻ ഉപകാരങ്ങൾ എൻ ജീവിതത്തിൽ ഏറെയല്ലോ. എൻ ദൈവമേ, നിൻ ഉപകാരങ്ങൾ എൻ ജീവിതത്തിൽ ഏറെയല്ലോ. എൻ ജീവകാലം നിൻ സേവയ്ക്കായി, എൻ ജീവകാലം നിൻ സേവയ്ക്കായി എന്നും സമർപ്പിക്കും ഞാനവനായി, എന്നും സമർപ്പിക്കും ഞാനവനായി. എൻ ദൈവമേ, നിൻ ഉപകാരങ്ങൾ എൻ ജീവിതത്തിൽ ഏറെയല്ലോ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, 2025 അവസാന ദിവസമായ ഡിസംബർ 31 സ്തോത്രം. ദൈവസന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇതുവരെയും കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരുന്നു നമ്മെ വഴി നടത്തി. ആമേൻ. ഇനിയും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മെ ജയത്തോടെ നടത്തും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം, വരവിൻ്റെ പ്രത്യാശയോടെ ആയിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 116 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 7-ാം വചനം നമുക്ക് വായിക്കാം. 116 സങ്കീർത്തനങ്ങൾ 7-ാം വചനം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ആമേൻ. ഈ ജാനുവരി മന്ത്, ആമേൻ, സ്തോത്രം, 1-ാം തീയതി കണ്ട നമുക്ക് ഈ അവസാന മാസമായ ഡിസംബർ മാസം അവസാന ദിവസം കാണുവാൻ ദൈവം കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നും മനസ്സിന് സ്വസ്ഥതയില്ലാതെ പലവിധമായ ഭാരങ്ങളോടെ നാം ഇന്നായിരുന്നിരിക്കാം. എന്നാലും കർത്താവ് നമ്മോട് പറയുന്നു, നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളിൽ കൈവച്ച് പറയാം, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതേ, യഹോവയായ ദൈവം സൂര്യനും പരിചയമായിരുന്നു. അവൻ കൃപയും മഹത്വവും നൽകി. ഓരോ നാളും തൻ്റെ ദയയാൽ നമ്മെ താങ്ങി ഇതുവരെയും നമ്മെ കൊണ്ടുവന്നു. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരം അതിൻ്റെ അടുത്ത വചനത്തിൽ 8-ാം വചനത്തിൽ വായിക്കുന്നു, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ പലർക്കും ആത്മീക മരണം സംഭവിച്ചിരിക്കുന്നു. പലരും കഷ്ടതകൾ, വേദനകൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയി. അവരുടെ സ്നേഹം തണുത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ആത്മീക മരണം സംഭവിച്ചു. എന്നാൽ കൃപയാൽ ഇന്നും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതേ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കർത്താവ് വിടുവിച്ചു. കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചുപോയി. അനേകർ പാപത്തിൽ വീണുപോയി. അനേകർ അമ്മേൻ സ്തോത്രം ദൈവഹിതമില്ലാത്ത പ്രവർത്തികളിൽ വീണുപോയി. കൃപയാൽ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നു. നമ്മുടെ കഴിവല്ല, അമ്മേൻ സ്തോത്രം, നാം നല്ലവരായതുകൊണ്ടല്ല, നാം വിശ്വസ്തരായതുകൊണ്ടല്ല, കർത്താവിൻ്റെ ദയയും കൃപയും ഒന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നമ്മുടെ ജീവിത സാഹചര്യം നോക്കിയാൽ അമ്മേ, നമ്മുടെ പ്രാണൻ, അവൻ സ്തോത്രം
നഷ്ടപ്പെട്ടു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. രോഗങ്ങൾ, പലവിധമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുണ്ടായ അസ്വസ്ഥതകൾ, അതുപോലെ അപകടങ്ങൾ, അനർത്ഥങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെയൊക്കെ ദൂതൻ ഇറങ്ങി നമ്മെ വിടുവിച്ചില്ലേ? കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മെ മറച്ച് സൂക്ഷിച്ചില്ലേ? ആമേൻ. സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മെ കൊണ്ടുവന്നു. അതുപോലെ ആമേൻ സ്തോത്രം. പലവിധമായ ആമേൻ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ആമേൻ ഭവനങ്ങളിൽ ആഞ്ഞടിക്കേണ്ട സാഹചര്യത്തിൽ, നമ്മുടെ ദേശം നശിച്ചു പോകേണ്ട സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മെ രക്ഷിച്ചില്ലേ? അത് ഓർത്ത് നമ്മെ, നമ്മുടെ കുടുംബത്തെയും സഭയായി ആമേൻ ഓരോ ആമേൻ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദേശത്തെയും കർത്താവ് സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ കണ്ണുനീരിൽ നിന്നും ആമേൻ കർത്താവ് നമ്മെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന വചനപ്രകാരം ഈ അവസാന ദിവസങ്ങളിൽ ആർപ്പോടുകൂടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചില്ലേ? ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല, ആനന്ദ കണ്ണുനീരോട് സ്തുതിപ്പാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് കാലിനെ വീഴ്ചയിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. ആമേൻ. കാലുകളേറെക്കുറെ വഴുതിപ്പോയി എന്ന് തോന്നിയപ്പോൾ യഹോവയുടെ ദയ താങ്ങി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതേ, കർത്താവ് നമ്മെ രക്ഷിച്ച വിധങ്ങൾ, കർത്താവ് നമ്മെ വിടുവിച്ച വിധങ്ങൾ ഓർത്താൽ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതിരിക്കും? അതുകൊണ്ട് എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യഹോവയ്ക്കായി കാത്തിരുന്ന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവ്, ഈ ദൈവം ആമേൻ നമ്മെ ഇനിയും വഴി നടത്തുവാൻ സർവശക്തനാണ്. ആമേൻ. കർത്താവ് ചെയ്ത സകല നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്നയോളം നടത്തിയ കർത്താവ് ഇനിയും നമ്മെ ജയത്തോടെ നടത്തുവാൻ സർവശക്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 116 സങ്കീർത്തനങ്ങൾ 1-ാം വചനത്തിൽ ഭക്തൻ പറയുന്നത് പോലെ യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മരണമാശങ്ങൾ ചുറ്റി പാതാള വേദനകൾ പിടിച്ചു കഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചപ്പോഴും അങ്ങയോട് നിലവിളിച്ചപ്പോൾ അങ്ങ് ഞങ്ങളുടെ കർത്താവേ നിലവിളി കേട്ട് പ്രാർത്ഥന ശബ്ദം കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ച് വിടുവിച്ച് ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ അപ്പാ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ കർത്താവേ, കഷ്ടമോ നഷ്ടമോ ആമേൻ ആപത്തോ വാളോ ജീവനോ മരണമോ എന്തു വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപിരിക്കുവാൻ കഴിയുകയില്ല. ആ ഒരു ഉറച്ച തീരുമാനത്തോടെ വീണ്ടും മുന്നേറുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പം എല്ലാവരും സ്വസ്ഥതയോടും സമാധാനത്തോടും ആഴമായ വിശ്വാസത്തോടും പുതിയ തീരുമാനങ്ങളോടും പുതിയ വർഷത്തിലേക്ക് കാൽ ചൂടെടുത്ത് വയ്പ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കണം, സ്വസ്ഥതയും സമാധാനവും നൽകി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് സ്തുതിപ്പാൻ ഇടയാക്കണം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.